പത്തനംതിട്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ശങ്കറിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാഗേന്ദ്രൻ അല്ല തെറ്റുകാരനും, ജലജയാണ് തെറ്റെല്ലാം ചെയ്തതും ജലജയ്ക്ക് വേണ്ടിയാണ് നാഗേന്ദ്രൻ ആ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ എല്ലാ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പം നാഗേന്ദ്രൻ്റെ അടുത്തൊക്കെ ആദർശന് ഒരു ചെറിയൊരു സഹതാപമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. കാര്യം നാഗേന്ദ്രൻ അല്ലല്ലോ തെറ്റ് ചെയ്തത് നമ്മളെ ജലജയാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ആദർശം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലും കാര്യത്തിലൊക്കെ നമ്മൾ ആദർശം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശമാണെങ്കിൽ ശരി എന്തും വരട്ടെ, എന്തായാലും ജലജയപ്പച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കണമെന്ന് വെച്ച് ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദർശമാണെങ്കിൽ നേരെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നേരെ പോകുന്നത് ജലജയുടെ അടുത്താണ്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, ആഹാ നീ എന്താ ഇപ്പം എൻ്റെ അടുത്തോട്ട് വരത്തൊന്നുമില്ലല്ലോ, എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും നീ വരത്തില്ലല്ലോ, എന്താ കാര്യം, നിൻ്റെ ഭാര്യയാണെങ്കിൽ പറഞ്ഞ് വിലക്കി വിട്ടുണ്ടോ, എൻ്റെ അടുത്ത് മിണ്ടരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശം പറയുന്നുണ്ട്, എന്തായാലും നയന എന്തായാലും അങ്ങനൊന്നും പറയത്തില്ല. കാര്യം നിങ്ങൾക്കൊക്കെ അല്ലേ അങ്ങനെയുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അല്ലാതെ നയനയൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് വിലക്കത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം ഈ നാഗേന്ദ്രൻ്റെ പേര് പറയുമ്പോൾ അപ്പച്ചി എന്തിനാ എപ്പോഴും ഒരു ടെൻഷനും പേടിയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, നാഗേന്ദ്രൻ്റെ പേര് പറയുന്ന സമയത്ത് അപ്പച്ചിക്ക് എന്തോ ഒരു ടെൻഷനും കണക്കെന്നൊക്കെ പറയുന്ന ഒരു പേടി കണക്കൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജലജ പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നതല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ മക്കളുമായിട്ട് അയാൾ കൂടുതൽ അടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാ, എനിക്കത് അയാൾ കൂടുതലും മക്കളുമായിട്ട് അടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, അത് മാത്രമാണല്ലോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്, നാഗേന്ദ്രനെ പേടിക്കാനൊക്കെ വേണ്ടി. ഇപ്പം നമ്മളെ ജലജ പറയുന്നുണ്ട്, ഞാനെന്തിനാ നാഗേന്ദ്രനെ പേടിക്കുന്നത്, എനിക്ക് അയാളെ പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ജലജ പറയുന്നത്, അതിപ്പോൾ നീ അറിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു സമയത്ത് ഒരു എക്സിബിഷന് വെക്കാൻ വേണ്ടി പിന്നെ മുത്തശ്ശനാണെങ്കിൽ ഇത് കണക്ക് ജർമ്മൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്തായിരുന്നല്ലോ നാഗേന്ദ്രൻ്റെ കയ്യിൽ, അപ്പം അതൊക്കെ നിങ്ങളല്ലേ അടിച്ചു മാറ്റിയെന്നൊക്കെ നമ്മൾ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ, ഇവനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇത് പിന്നെ നാഗേന്ദ്രൻ ഞങ്ങളാണെങ്കിൽ അലമാരിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്വർണ്ണം നിങ്ങളല്ലേ അടിച്ചു മാറ്റി കൊണ്ടുപോയി ലോക്കറിൽ കൊണ്ടൊക്കെ വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തെറ്റ് നിങ്ങളാണെങ്കിൽ കരഞ്ഞ് പറഞ്ഞ് നാഗേന്ദ്രൻ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങളല്ലേ അത് തെറ്റ് അവരെ കൊണ്ട് പിന്നെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ സമ്മതിപ്പിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അവസാനം നാഗേന്ദ്രൻ ഞങ്ങളെ ചതിക്കുകയല്ലേ നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ദേഷിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആദർശ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ പെട്ടെന്ന് ഇത്രയും ഇവൻ ഇങ്ങനെ എല്ലാ സത്യങ്ങളും ഇവൻ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും നമ്മൾ ജലജയ്ക്ക് വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാ തെറ്റും നിങ്ങൾ നാഗേന്ദ്രൻ ഞങ്ങളെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചിട്ടാണെങ്കിൽ ആ മുത്തശ്ശനാണെങ്കിൽ ഇവിടുന്ന് അടിച്ചിട്ട് പുറത്തിറക്കാൻ നോക്കിയ സമയത്ത് നിങ്ങളും കൂടെ നിന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറക്കിയല്ലേ വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിവിടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങളും കൂടെ പോവാതല്ലേ നിങ്ങൾ ഇരുന്നേന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഇതും അനുഭവിച്ചത് നാഗേന്ദ്രൻ അങ്കിളാണല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പം അത് നാഗേന്ദ്രൻ അനുഭവിച്ചതിൻ്റെ കുറച്ചെങ്കിലും നിങ്ങൾ അനുഭവിക്കണമല്ലോ എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജയാണെങ്കിൽ അത് നിഷേധിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ കള്ളത്തരങ്ങളൊന്നും പറയണ്ട, നിങ്ങളാണെങ്കിൽ പഠിച്ച കള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശനെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ മാത്രമല്ല, നിങ്ങളെ മക്കളും ഇതെല്ലാം അറിയണം, അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ തന്നെ നിങ്ങളെല്ലാം വെറുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ടൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്, മോനെ നീ ആണെങ്കിൽ ചതി ചെയ്യല്ലേ മോനെ, കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വെറുക്കും, എനിക്കാണെങ്കിൽ പിന്നെ നാഗേന്ദ്രൻ ഏട്ടനാണെങ്കിലും എന്നെ സ്വീകരിക്കത്തില്ല, ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ, കാര്യം വെച്ചാൽ നിങ്ങൾക്കുള്ള ദേഷ്യം കൊണ്ടാണ് അപ്പം അയാൾ ഞങ്ങളെ ഇത്രയും ദ്രോഹിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇപ്പോൾ ഇത്രയും ഉണ്ടാവാനും ഞങ്ങൾക്കൊക്കെ ഇത്രയും ദേഷ്യവും വെറുപ്പും അയാൾക്ക് തോന്നാൻ ഏറ്റവും ഒരു കാരണം നിങ്ങൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു ദേഷ്യമാണ് അയാൾ ഇവിടെയുള്ള ഞങ്ങൾക്കും എല്ലാവരുടെ അടുത്തും തീർക്കുന്നതെന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചത് അയാളും അനുഭവിച്ചിട്ടുണ്ട്, ഞാനും ഒരുപാട് അനുഭവിച്ചു. ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്തായി പോകേണ്ട കുറേ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും ഈ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങൾ ഇത്രയൊക്കെ അനുഭവിക്കുമ്പം ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ സുഖിച്ച് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടും വിഷമവും എന്തൊക്കെയാണെന്ന് നിങ്ങളും കൂടെ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ നമ്മൾ ജലജയുടെ മുഖത്ത് വിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.